ആണ് അടിച്ച് വെച്ചു. മഞ്ഞപ്പൊടി ഇട്ട് ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, കാന്താരി ഇത് ഇത്രയും കൂടി ഇട്ടാണ് ഞങ്ങൾ മോര് കാച്ചുന്നത് അരച്ചെടുക്കാനായിട്ട്. മോര് താളിക്കുന്നതിന് പരാതി. അപ്പോൾ ഇവിടുത്തെ കടുക് താളിച്ചുകൊണ്ടിരിക്കുക. ഉലുവ, ഉള്ളി താളിക്കുന്നില്ലെന്നും പരാതിയാണ്. ഓരോ നാട്ടിൽ ഓരോ അഭിപ്രായങ്ങൾ. അതാണ്ടേ ഉള്ളി എന്തെടുത്താണ് വേല. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് മോര് കാച്ചുന്നത് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയാണ് മോര് കാച്ചുന്നത്. ഉലുവ, കടുക്, ഉള്ളി, പച്ചമുളക്, കരിയാപ്പല എല്ലാം കൂടെ ഇട്ട് നല്ലോണം മൂത്തതിന് ശേഷമാണ് അരപ്പ് തിളപ്പിക്കും ഞങ്ങൾ. ഇളക്കിയിട്ട് അരപ്പ് എന്തിനാണെന്നുണ്ടെങ്കിൽ തെളിഞ്ഞ് 2 ദിവസം ഇരുന്നാലും മോര് ചീത്തയാവില്ല. നല്ല ടേസ്റ്റുമാണ് അരപ്പ് നല്ല. അപ്പോൾ ഈ മോര് നമ്മൾ ഒഴിക്കുമ്പോൾ നല്ലോണം എരിവും പിടിക്കും മോരിന്. അതിനാണ് ഇങ്ങനെ മോരിൻ്റെ അരപ്പ് നല്ലോണം തിളപ്പിക്കുന്നത്. ഒഴിക്കുകയാണ്. അടിച്ചു വെച്ച തൈര് കാച്ചിനും ഒഴിക്കുക. പുളിശ്ശേരിയാണ്, നല്ല സൂപ്പർ പുളിശ്ശേരിയാണ്. അതിനകത്തോട്ടൊരു പുറത്തിച്ചക്കയൊക്കെ ചേർക്കുകയാണെങ്കിൽ സൂപ്പറാണ്. മോര് കാച്ചതിൻ്റെ ഒരു വീഡിയോ എടുക്കാന്ന് എന്നും ഓരോ വീഡിയോ വേണ്ടേ. അപ്പോൾ എല്ലാം ഓരോ ദിവസം ഓരോന്ന് ഇടുകയാണ് ഞങ്ങൾ. ഓരോ വീഡിയോ ഇപ്പം ഞങ്ങൾ ഇടുന്നുണ്ട്. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വളരെ വളരെ നന്ദി. പോയാ ഇല്ലല്ലോ ഓണാക്കിയാ. ഇത് ചിലവർ കണ്ട് കമൻറ്റ് പോലും ചെയ്യാതെ കണ്ടങ്ങും ചെയ്യും. ചിലവർക്ക് അസൂയയാണ് ഞങ്ങളിതിലൊന്ന് കയറിയതിന് കേട്ടാ. ഞങ്ങളുടെ പാചകം ചിലപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ടു പോയെങ്കില്ല. കുശുമ്പും കുഞ്ഞായ്മയുള്ള ആൾക്കാരാണ് പകുതിയും. അങ്ങനെയുള്ളവരോട് കാണിച്ചാൽ തന്നെ രക്ഷപ്പെടില്ലെന്നാണ് ആൾക്കാർ പറയുന്നത്. എന്തായാലും